സ്റ്റേഡിയം നവീകരിച്ചതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് തിരിച്ചുവരുന്നു. ISL മത്സരം കൊച്ചിയിൽ തന്നെ നടക്കും. വാടകയിൽ ഇളവ് നൽകി GCDA സ്റ്റേഡിയം വിട്ടുനൽകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയുണ്ടാകും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്റ്റേഡിയം പുതുക്കിപ്പണിതതിന് പിന്നാലെയാണ് ISL മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ മത്സരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ എപ്പോൾ പ്രതീക്ഷിക്കാം? സ്മൃതി, ആശങ്കകളും അനിശ്ചയാവസ്ഥയും അവസാനിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് മാറാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ വരാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായ കാരണം ഈ ഉയർന്ന വാടക തന്നെയായിരുന്നു. 9 ലക്ഷം രൂപയാണ് ഒരു മാച്ചിനുള്ള വാടക. ഇത് താങ്ങാൻ കഴിയില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ നിലപാട്. അതിന് പിന്നാലെയാണ് മറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ പരിഗണിക്കുകയും ചെയ്തത്. പക്ഷേ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ അവിടെ ബൈക്ക് റേസിംഗിന് വേണ്ടി സ്റ്റേഡിയം വിട്ടു നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പിച്ചൊക്കെ തന്നെ പൂർണ്ണമായും നശിച്ച രീതിയിലാണ്. ഇത് പഴയ രീതിയിലാക്കാൻ വേണ്ടി സമയമെടുക്കുമെന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനിടയിലാണ് ഇത്തരത്തിൽ GCDയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ തീരുമാനം വരുന്നത്. അതിൽ ഈ വാടക ഇനത്തിൽ ഏതാണ്ട് 6 ലക്ഷം രൂപയിലേക്ക് വാടക ഇനം കുറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അത്തരത്തിലൊരു പ്രഖ്യാപനം ഉടനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഈ മാസം 14-നാണ് ISLന്റെ പുതിയ സീസൺ ആരംഭിക്കുന്നത്. ഈ മാസം 22-ന് മുംബൈ FCക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മാച്ച് നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൊച്ചിയിൽ തന്നെയായിരിക്കും. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ സീസണുകളായി വലിയ കാത്തിരിപ്പാണ് ഒരു കിരീടം എന്നതിലേക്ക് വേണ്ടി. അതായത് പുതിയ സ്റ്റേഡിയത്തിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി തന്നെ മത്സരത്തിന് അരങ്ങൊരുങ്ങുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഇത്തരത്തിൽ കല്ലൂർ സ്റ്റേഡിയം പൂർണ്ണമായും നവീകരിച്ചത്. നവീകരണത്തിന് ശേഷം സ്റ്റേഡിയം GCDക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും മത്സരങ്ങൾക്ക് പ്രാപ്തമായ ഒരു സ്റ്റേഡിയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പക്ഷേ വാടക ഇനത്തിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു GCDയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഇത്തരത്തിൽ കോഴിക്കോട് അടക്കം മാറാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് ഇപ്പോൾ വേണ്ട എന്ന് വെക്കുകയാണ്. നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ GCDയും ചേർന്ന് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാസം 14 തുടങ്ങുന്ന ISLന്റെ പുതിയ സീസൺ, അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് അത് കൊച്ചി കലൂർ സ്റ്റേഡിയം തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പിക്കാൻ കഴിയും. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ് ഈ കലൂർ സ്റ്റേഡിയം. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.